അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കൃത്രിമ രാജ്യസ്നേഹികളുടെ രാജ്യത്തിനു വേണ്ടിയുള്ള വിലാപം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലേതടക്കം നമ്മുടെ രാജ്യത്തെ മുഴുവൻ സംഘപരിവാറുകാരും കൃസംഗികളും യുക്തിവാദികളും ഒക്കെ എവിടെ പോയി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർ ഉറക്കത്തിലാണോ? ഇതാണ് എന്റെ ചോദ്യം. കാരണം എന്തെന്നല്ലേ പറയാം. ആരിഫ് ഹുസൈൻമാരും ജാമിദമാരും ജബ്ബാർ മാഷുമാരും ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താണ് കാര്യകാരണങ്ങൾ? അവരുടെ ചെവിയിൽ എത്തിയില്ലേ? അതോ അവർക്ക് താല്പര്യം ഇല്ലാത്ത വിഷയമാണോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ജ്യോതി മൽഹോത്ര എന്ന ഒരു ഹരിയാനക്കാരിയായ ഒരു യൂട്യൂബർ കൂടിയായ ഒരു സ്ത്രീ, ഒരു ഹൈന്ദവ സ്ത്രീ. ഞാൻ ഹൈന്ദവ സ്ത്രീ എന്നെടുത്ത് പറയാൻ കാരണമുണ്ട്, അത് വഴിയെ മനസ്സിലാവും. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്തിരിക്കുന്നു, അതും പാകിസ്ഥാനു വേണ്ടി. ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ കോടിക്കണക്കിന് ഡോളറാണ് ഇത്തരം ഒറ്റുകാരുടെ രഹസ്യ അക്കൗണ്ടിലേക്ക് വന്ന് ചേരുന്നത്, അല്ലെങ്കിൽ കൈവശം ലഭിക്കുന്നത്. ഈ പണക്കൊരി മൂത്തത് കൊണ്ടാണ്. പെറ്റമ്മയെ ഒറ്റുകൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്തത്. ഇന്ത്യ മഹാരാജ്യത്തെ പാകിസ്ഥാന് ഒറ്റുകൊടുത്തിരിക്കുന്നു. അതിന്റെ പേരിൽ അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു, അവർ അറസ്റ്റിലായിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജബ്ബാർമാരും ജാമിദമാരും ആരിഫ് ഹുസൈൻമാരും ഇത്തരം സംഭവങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ എവിടെയെങ്കിലും കേട്ടാൽ, അതിൽ ഒരു മുസ്ലിം ടച്ച് ഉണ്ടെങ്കിൽ ഇവർ കൊട്ടിഘോഷിക്കും. ഏതായാലും ഇന്ത്യ എന്ന രാജ്യം പിറവി കൊണ്ടതിന് ശേഷം, അതിനു മുൻപും സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്ത ഒരു മുസൽമാനെയും ഇന്ത്യൻ മണ്ണിൽ കാണില്ല, കണ്ടിട്ടില്ല, കണ്ട ചരിത്രമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതില്ലാത്തതിന്റെ പേരിൽ ഈ ജാമിദമാരും ആരിഫ് ഹുസൈൻമാരും ജബ്ബാർ മാഷുമാരും ഒക്കെ വലിയ സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. ഞാൻ അവരുടെ വിഷമം മാറ്റുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവർ യൂട്യൂബർ എന്ന ലേബലിൽ, എന്ന പേര് വെച്ചുകൊണ്ട് പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചൈന സന്ദർശിക്കുകയും രാജ്യത്തിന്റെ ശത്രുക്കളുടെ നാട് പലതും സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. രാജ്യത്തിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള പല വിവരങ്ങളും കൈമാറി എന്നുകൂടെ അറിയുന്നു. എന്നാൽ ഈ സ്ഥാനത്ത് ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നെങ്കിൽ അവരുടേതടക്കം ഒരുപാട് വ്യക്തികളുടെ വീടുകൾ തകർക്കപ്പെട്ടേനെ, കഴുത്തറുക്കപ്പെട്ടേനെ. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യ സുരക്ഷ പോലും അപകടത്തിലാണ് എന്നാണ് ഈ വിഷയം സൂചിപ്പിക്കുന്നത്. ഇത്തരം ദുഷ്പ്രവൃത്തികൾക്ക് ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് കോടാനുകോടി രൂപയാണ്. എന്നാൽ രാജ്യദ്രോഹികളെന്ന് മുദ്രയടിക്കപ്പെടുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ. ഇന്ത്യ മഹാരാജ്യം എന്ന നമ്മുടെ ഈ മണ്ണ് രൂപീകൃതമായിട്ട്, രാജ്യം രൂപീകരിക്കപ്പെട്ടിട്ട് ഇന്നേ വരെ ഒരു മുസ്ലിം നാമധാരിയെ പോലും ഇന്നേ വരെ സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ആരെയെങ്കിലും കൊടുക്കാൻ ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തവര് ആരെയെങ്കിലും കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം രാജ്യദ്രോഹ കുറ്റം എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിലായിരിക്കും, അല്ലാതെ കുറ്റം ചെയ്തതിന്റെ പേരിൽ ആകാൻ യാതൊരു സാധ്യതയുമില്ല. ചരിത്രം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവുന്നതാണ്. നേരെ മറിച്ച് ഈ മഹാരാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത ചരിത്രമാണ് മുസ്ലിങ്ങൾക്കുള്ളത്, ഇസ്ലാമിനുള്ളത്. അത് ചരിത്ര പുസ്തകങ്ങളൊന്ന് മറിച്ചു നോക്കിയാൽ മനസ്സിലാകും. ബ്രിട്ടീഷുകാർ ഇവിടെ അധിനിവേശം നടത്തിയപ്പോൾ ലക്ഷക്കണക്കിന് മുസ്ലിം ജീവനുകളാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ്, ബ്രിട്ടീഷിന്റെ ആർമി, ബ്രിട്ടീഷിന്റെ പോലീസ് മുസ്ലിം സഹോദരങ്ങളെ ഇവിടെ കൊന്നു കുടിച്ചു മൂടിയത്. അക്കൂട്ടത്തിൽ ഒരു സംഘപരിവാറിനുകാരും ഉണ്ടാവില്ല, ഒരു ജാമിദമാരും ആരിഫ് ഹുസൈൻമാരും ഉണ്ടാകില്ല, ഒരു യുക്തിവാദികളും ഉണ്ടാകില്ല. അന്ന് ഇത്തരക്കാർ ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു. യുക്തിവാദികൾ എന്ന് പറയുന്നവർ, ദൈവമില്ല എന്ന് പറയുന്നവർ, ഈശ്വര നിഷേധികൾ, ഇവരെല്ലാം ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു. അവരുടെ ചാരന്മാരും ഒറ്റുകാരുമായി പ്രവർത്തിച്ചുകൊണ്ട് അവരിൽ നിന്നും
രാജ്യത്തെ ഒറ്റുകൊടുത്ത പണം കൈപ്പറ്റി ജീവിക്കുന്നവരായിരുന്നു. അവിടെയും ഒരു മുസ്ലിം നാമം കാണില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പഠിക്കുക സംഘികളെ, പഠിക്കുക സഖാക്കളെ, ഇന്ത്യയുടെ ചരിത്രം എന്താണെന്ന് പഠിക്കുക. രാജ്യത്തെ ഒറ്റുകൊടുത്ത് അതിന്റെ പേരിൽ കോടിക്കണക്കിന് പണം കൈപ്പറ്റിയിട്ടും ആ സംഭവം ഇവിടെ ഇപ്പോഴും ഒരു വാർത്തയായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുസ്ലിങ്ങൾ എന്നുള്ളത് ഏത് രാജ്യത്തായാലും ആ രാജ്യത്തിനത് മുതൽക്കൂട്ടാണ്, സമ്പത്താണ്. എന്നാൽ ചില രാജ്യങ്ങൾ മുസ്ലിം പോപ്പുലേഷൻ സമ്പത്തായി കണക്കാക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാജ്യം എപ്പോഴെങ്കിലും ഒരു ഭീഷണി നേരിടുന്ന സമയത്താണ് ജീവൻ വലിച്ചെറിയാൻ തയ്യാറാകുന്ന ഒരേ ഒരു ജനത മുസ്ലിം ജനതയായിരിക്കും എന്ന് അതാത് ഭരണാധികാരികൾ മനസ്സിലാക്കുക. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുക എന്നുള്ളത് സ്വന്തം അമ്മയെ കൂട്ടിക്കൊടുക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇതുകൂടി നിങ്ങൾ ഓർക്കേണ്ടതാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ അധിനിവേശം നടത്തിയപ്പോൾ നാം കണ്ടതാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഒരൊറ്റ സംഘപരിവാറുകാരനും ഉണ്ടായില്ല, ഒരൊറ്റ ക്രൈസ്തവനും ഉണ്ടായില്ല, ക്രൈസ്തവ പുരോഹിത മേധാവിത്വ വിഭാഗങ്ങൾ ആരും ഉണ്ടായില്ല. എന്നാൽ ഹൈന്ദവരുണ്ട്, ഹിന്ദുക്കളുണ്ട്, സംഘപരിവാറുകാർ ഇല്ല. അങ്ങ് ഡൽഹിയിൽ തങ്കലിപികളാൽ കൊത്തിവെച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരുടെ എണ്ണം, അവരുടെ ജാതിയും മതവും ലിസ്റ്റും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും കുറച്ച് രൂപ മുടക്കി ട്രെയിനിൽ കയറി ഡൽഹി വരെ ഒന്ന് പോയാൽ വിശദമായി മനസ്സിലാക്കാൻ ഇതെല്ലാം ഇത്ര തീവ്രതയിൽ പറയാൻ കാരണം, ഏറെ നാളായി ഈ മുസ്ലിങ്ങളെ തീവ്രവാദവൽക്കരിച്ചുകൊണ്ട്, അപരവൽക്കരിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകളും ചില ക്രൈസ്തവ മിഷണറിമാരും അതുപോലെ തന്നെ ഒരു ക്രൈസ്തവ ഭീകര സംഘടനയുണ്ട് ഖാസ. ഈ ഖാസ കൂട്ടങ്ങളും മുസ്ലിങ്ങളെ അപമാനിച്ചുകൊണ്ട്, അപരവൽക്കരിച്ചുകൊണ്ടും പ്രസംഗങ്ങളും എഴുത്തുകളും ഒക്കെ കാണുന്നു. അതിനുള്ള ഒരു മറുപടി മാത്രമാണിത്. മേലിൽ ആവർത്തിച്ചാൽ ഇത്തരം മറുപടികളുമായി വീണ്ടും ഞാൻ വരും. അതുവരേക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും എന്റെ വലിയൊരു സലാം.